കൂൺ കൃഷിയിൽ നൂതനമായ പരീക്ഷണങ്ങളിലൂടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വിപുലപ്പെടുത്തി മുന്നേറുകയാണ് മണത്തണ മടപ്പുരച്ചാൽ സ്വദേശി പാറക്കൽ ജോസഫ് എന്ന കർഷകൻ. കൂൺ കൃഷിയിലെ തന്റെ വർഷങ്ങളായുള്ള പരിചയസമ്പന്നത തന്നെയാണ് ജോസഫിന് കൂൺ കൃഷിയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് മുതൽക്കൂട്ടായി മാറുന്നത്. ചിപ്പിക്കൂൺ കൃഷിക്കൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ അടുത്ത കാലത്തായി പാൽക്കൂണിൻ്റെ കൃഷിയും വ്യാപകമായി വരുന്നുണ്ട്. തൽപരരായ കൃഷിക്കാർ പാൽക്കൂൺ കൃഷിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് പാൽക്കൂൺ കൃഷിക്ക് ചില പരിമിതികൾ. പാൽക്കൂണിൻ്റെ കൃഷിക്ക് 30-32 ഡിഗ്രി ചൂട് ആവശ്യമുണ്ട് എന്നുള്ളതാണ് പാൽക്കൂൺ കൃഷിക്ക് നമ്മുടെ നാട്ടിലെ പരിമിതി. ഒരു വർഷത്തിൽ ഫെബ്രുവരി മുതൽ മെയ് മാസം അവസാനിക്കുന്ന വിധത്തിൽ ഒരു 4 മാസത്തേക്ക് സ്വാഭാവിക കാലാവസ്ഥയിൽ കേരളത്തിലെ പാൽക്കൂൺ കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും മാറിയ സാഹചര്യത്തിൽ കുറേയധികം കർഷകർ വർഷം മുഴുവൻ പാൽക്കൂൺ കൃഷി ചെയ്യാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. സാധാരണഗതിയിൽ വൈക്കോലാണ് നമ്മുടെ നാട്ടിൽ പാൽക്കൂണിൻ്റെ മാധ്യമമായിട്ട് ഉപയോഗിച്ച് വരുന്നത്. രോഗങ്ങൾ ബാധിക്കാനുള്ള സാഹചര്യം കൂടുതലായതുകൊണ്ടും ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് കേസിംഗ് എന്ന അധിക ജോലി ഉള്ളതുകൊണ്ടും പാൽക്കൂൺ കൃഷി പല കർഷകരും താല്പര്യമെടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പുതിയ ചില ഉൽപ്പന്നങ്ങളുടെ ആവിർഭാവത്തോടു കൂടി വൈക്കോലിൽ നിന്ന് അത്തരം ഉൽപ്പന്നങ്ങളിലേക്ക് മാറി നിന്നുകൊണ്ട് പാൽക്കൂൺ കൃഷി സുഗമമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരുമുണ്ട്. ഈ ഫാമിൽ അത്തരത്തിൽ ബെഡ് മാറ്റ് എന്ന ഒരു വസ്തുവാണ് പാൽക്കൂണിൻ്റെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത്. 2 കിലോ പാൽക്കൂണിൻ്റെ ബെഡിൽ നിന്ന് ഏകദേശം 600-700 ഗ്രാം കൂണ് ലഭ്യമാണ്. ഇതിലേക്ക് 150 ഗ്രാം വിത്താണ് ആവശ്യമായി വരിക. ബെഡ് മാറ്റിൻ്റെ ഒരു മാറ്റ് കൊണ്ട് 9 മുതൽ 10 വരെ ബെഡുകൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു. 20-25 ദിവസം ഇങ്ങനെ ഉണ്ടാക്കുന്ന ബെഡുകൾ ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം കേസിംഗ് നടത്തുകയും കേസിങ്ങിന് ശേഷം 7-10 ദിവസങ്ങൾക്കുള്ളിൽ കൂണുകൾ മുളച്ച് പൊന്തുകയും കേസിങ്ങിന് ശേഷം വരുന്ന 20ാമത്തെ ദിവസത്തോടുകൂടി ആദ്യത്തെ വിളവ് എടുക്കാൻ സാധിക്കുകയും ചെയ്യും. ആകെ വിളവിൻ്റെ ഏകദേശം പകുതി തന്നെ ഒന്നാമത്തെ വിളവെടുപ്പിന് ലഭ്യമാകുന്നു എന്നത് പാൽക്കൂൺ കൃഷിയുടെ പ്രത്യേകതയാണ്.